ഗ്ലോറി ടു ജീസസ്. ഈ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലൂടെ നിങ്ങളുടെ കുടുംബ സദസ്സിലേക്ക് ഞങ്ങൾക്ക് വരുവാൻ ഇടവരുത്തുന്ന കൃപയ്ക്ക് ഓർത്ത് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ അറിയിച്ച പ്രവചന സന്ദേശത്തിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി ഫോൺ കോളുകൾ കിട്ടുവാൻ ഇടവരുത്തി. അനേകരുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം സ്പർശിച്ചതായി കേൾക്കുവാൻ ഇടവരുത്തിയതോർത്ത് എൻ്റെ കർത്താവിന് ഞാൻ മുഴുമഹത്വവും കൊടുക്കുന്നു. മുഴുമഹത്വം എൻ്റെ കർത്താവിന് ഞാൻ അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളെ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. അനേകർ ഞങ്ങളെ വിളിക്കുമ്പോൾ വചനത്തിലൂടെ, പ്രവചന സന്ദേശത്തിലൂടെ പരിശുദ്ധ ആത്മാവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു. ജനുവരി മാസത്തിൽ ദൈവിക ശക്തിയെക്കുറിച്ചും ബലമില്ലാത്തവർക്ക് ബലം നൽകുമെന്ന് പറഞ്ഞ ആ സന്ദേശത്തിലൂടെ ഞങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതായി, ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതായി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളത് കേൾക്കുവാൻ കാണുവാനൊക്കെ ഇടവരുത്തിയെന്ന് പറഞ്ഞ് ഒത്തിരി കോളുകൾ ഞങ്ങൾക്ക് കിട്ടി. ദൈവത്തിൻ്റെ ആത്മാവാണ് ഞങ്ങളെ തൊട്ടത്. ഞങ്ങളോ ബലഹീനർ, എങ്കിലും ബലവാനായ ഒരുവൻ ഞങ്ങളോടുണ്ട്. ആ ദൈവമാണ് നിങ്ങളെ ശക്തീകരിച്ചത്. ആ ദൈവമത്രേ നിങ്ങളെ ബലപ്പെടുത്തിയത്. ഈ ഫെബ്രുവരി മാസത്തിലെ പ്രവചന സന്ദർശനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. റോമലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം നമുക്കെല്ലാം സുപരിചിതമായൊരു വാക്യമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അറിയിക്കുകയാണ്, ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്നവർക്കത് ദൈവശക്തിയാണ്. ദൈവമക്കളെ, ഇതൊരു മാർഗമാണ്, വിശ്വാസ മാർഗം. ഈ മാർഗത്തെ ഉപദ്രവിച്ച് കഴിഞ്ഞ നാളുകളിൽ നടന്നവൻ, കർമ്മമാർഗങ്ങൾ ചെയ്ത് നടന്നവൻ, ഗമേലിയത്തിൻ്റെ പാദപീഠത്തിലിരുന്ന്, അന്നത്തെ ഏറ്റവും നല്ല ബൈബിൾ കോളേജ് അധ്യാപകനായ ഗമേലിയക്കിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം പഠിച്ചവൻ, വരാനിരിക്കുന്ന മെശിഹയെക്കുറിച്ച് കാത്തിരുന്നവൻ, മെശിഹ വന്നു പോയതുപോലും അറിയാതിരുന്നപ്പോൾ സൂര്യനെ വെല്ലുന്നൊരു വെട്ടം തട്ടി തൻ്റെ ജീവിതത്തിൽ ദർശനത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനത്തോട് അറിയിക്കുകയാണ്, ഇനി ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കത്തില്ല. ഇത് വിശ്വസിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് ദൈവശക്തി ആധാരമായി വെളിപ്പെടാൻ പോവുകയാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാണുമ്പോൾ നിന്റെ ശക്തിയല്ല ആധാരമായി വരാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തെ നായകനായ ക്രിസ്തുവിൻ്റെ ശക്തി നീ വിശ്വസിക്കുന്ന ആ വിഷയത്തിന്മേൽ ചലിക്കാൻ പോവുക. റോമൻ ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന അതേ ദൈവശക്തി വിശ്വസിക്കുന്ന നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അതേ ശക്തി തന്നെ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിനക്ക് പുതുജീവൻ തന്ന്, നീ ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിന്നെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഇതൊരു സദ്വർത്തമാനമാണ് ഈ സുവിശേഷം. നമ്മുടെ യേശുവിനെക്കുറിച്ച് നീ പറയുമ്പോൾ, യേശുവിനെക്കുറിച്ച് അനേകരോട് നീ ഷെയർ ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഈ ശക്തി ആധാരമായി വരാൻ പോവുകയാണ്. ദൈവം നിന്നെ ജാതി നോക്കത്തില്ല, നീ കഴിഞ്ഞ നാളുകളിൽ ഏത് മതത്തിലാണെന്ന് നോക്കത്തില്ല. നീ തുറന്ന ഹൃദയത്തോടെ നീ യേശുവിനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, കർത്താവ് യേശുവെ നീ വാസ്തവമായി ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഏത് വിശ്വാസത്തിലാണെങ്കിലും, കർത്താവെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വരണമേ, നീ വാസ്തവമായി ദൈവമാണെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണമെന്ന് നിങ്ങളായിരിക്കുന്ന മുറിക്കുള്ളിൽ, നിങ്ങളായിരിക്കുന്ന ഹോളിനുള്ളിൽ, നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയ്ക്കുള്ളിൽ വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി പറയാൻ പോവുക. ആ ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോവുക. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത വിളിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമാണ്. അവന് ഈ ലോകത്തിലുള്ള ഒന്നും വേണ്ട, നിങ്ങളുടെ സമ്പത്ത് വേണ്ട, നിങ്ങളുടെ പണം വേണ്ട, നിങ്ങളുടെ പാരമ്പര്യം ഒന്നും തന്നെ അവന് കേൾക്കണ്ട. പക്ഷെ നിങ്ങളുടെ ഹൃദയം വേണം. പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അവനെ അന്വേഷിക്കുന്നെങ്കിൽ, പൂർണ്ണ മനസ്സോട് നിങ്ങൾ അവനെ തിരയുന്നെങ്കിൽ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നു ചേരും. ആത്മീയ അനുഗ്രഹങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അനുഗ്രഹങ്ങൾ വന്നു ചേരും. നിങ്ങൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ, എൻ്റെ ജീവിതം എന്തിനാ, മരിച്ചാൽ മതി, എൻ്റെ ജീവിതത്തെക്കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുക, നിങ്ങളുടെ ജീവിതം വ്യർത്ഥമല്ല, നിങ്ങളുടെ ജീവിതം നാശമല്ല, നിങ്ങളുടെ ജീവിതം അനേകർക്കൊരു അനുഗ്രഹമായി തീരാൻ പോവുകയാണ്. അനേകർക്കൊരു വിടുതലായി തീരാൻ പോവുകയാണ്. കേന്ദ്രദേശത്തെ ഭൂതഗ്രസ്തനെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞവർ പോയിച്ചാൽ പറയും, അവൻ ഭൂതമാണ്, അവൻ്റെ സ്വന്തക്കാരെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ല. നിൻ്റെ പാസ്റ്റ് കണ്ട് പലരും നിന്നെ ദുഷിച്ചു പറഞ്ഞെന്നിരിക്കാം. ഇപ്പോഴത്തിലെ പ്രസൻറ്റ് കണ്ടുപോലും നിന്നോട് കൂടാൻ ആരുമില്ലെന്നിരിക്കാം.
എന്ന ദെക്കപ്പോലി നാട്ടിൽ 10 പട്ടണങ്ങളുടെ സുവിശേഷകനാക്കി ഒരുവനെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ പാസ്റ്റ് കണ്ട്, നിന്റെ പ്രസന്റിലുള്ള ജീവിതം കണ്ട് അനേകർ നീ പുറത്തു വരത്തില്ലെന്നും, നിന്റെ കുടുംബം പുറത്തു വരത്തില്ലെന്നും, നിന്റെ തലമുറയുള്ള വാക്തത്വം പുറത്തു വരത്തില്ലെന്നും അകത്തളങ്ങളിൽ മന്ത്രിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസത്തിലെ സന്ദേശത്തിലൂടെ നിങ്ങളോട് അറിയിക്കുക, നീ പുറത്തു വരാൻ പോവുക, നിന്നുള്ള പ്ലാൻ പുറത്തു വരാൻ പോവുക. ദൈവശക്തി തന്നെ ഇതിൻ്റെ ആധാരമായി വെളിപ്പെടാൻ പോവുക. ഏത് മേഖലയിലാണെങ്കിലും ദൈവം നിന്റെ കരത്തിൽ പിടിച്ചു നിന്നെ എഴുന്നേൽപ്പിക്കും. ഏത് മേഖലയിലാണെങ്കിലും വിഷമിക്കുന്നോ അവിടെ ദൈവം ഇറങ്ങി വരാൻ പോവുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല. നീ പ്രയാസത്തിലൂടെ കൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതം അവസാനിപ്പിച്ചതെന്ന് നീ തോന്നിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പരിശുദ്ധന്മാർ പറയുക, ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം മാറാൻ പോവുക. നീ ആയിരിക്കുന്ന രാജ്യത്തിൽ, നീ ആയിരിക്കുന്ന ഭൂഖണ്ഡത്തിൽ ജോലിക്കും വിസായ്ക്കും പലതരത്തിൽ പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുക, ഈ ദിവസത്തിൽ തന്നെ, ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ 21 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നെന്ന് പറയത്തക്ക രീതിയിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ അത്ഭുതത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം തന്നതിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നീ വരികയാണെങ്കിൽ ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയോളം നീ ഒരു അനുഗ്രഹമായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം എൻ്റെ ദൈവത്തെ സമീപിക്കാതെ പ്രശ്നത്തിൻ്റെ പരിഹാരകനെ കുറിച്ച് അനേകരോട് പറയുവാൻ നീ ഒരു തീരുമാനമെടുക്കാൻ ഇടവരുത്തുകയാണെങ്കിൽ ഈ സന്ദേശത്തിലൂടെ നിന്റെ മേലുള്ള ദൈവപദ്ധതി പുറത്തു വരികയും നിന്റെ കുടുംബത്തിലൂടെ തലമുറയുള്ള ദൈവപ്ലാൻ പുറത്തു വരികയും അനേകർക്ക് നീ ഒരു അനുഗ്രഹമായി തീരാൻ പോവുകയും ചെയ്യുക. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്നവർ, പ്രയാസത്തിലൂടെ പോകുന്നവരൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റുവാൻ എൻ്റെ യേശു സർവശക്തിയുള്ള ദൈവമാണ്, സർവശക്തിയുള്ള ദൈവമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്, സർവജ്ഞാനിയായ ദൈവമാണ്, സർവ്വവ്യാപിയായ ദൈവമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ പരിഹരിക്കാൻ പോവുക. പക്ഷെ പരിഹരിച്ചതിന് ശേഷം അവനെ വിട്ട് നിങ്ങൾ പോകരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം നിങ്ങൾ ദൈവത്തെ സമീപിക്കുന്നവരായി തീരരുത്. പ്രശ്നങ്ങൾ പരിഹരിച്ചവനെക്കുറിച്ച് നന്ദിയുള്ളവരായി നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുനിന്ന് സ്തുതിസ്തോത്രങ്ങൾ അവനെ കരകയറ്റുന്നവരാണെങ്കിൽ, സ്തുതികളുടെ മധ്യേ അധിവസിക്കുന്നവൻ നിനക്ക് വേണ്ടി, നിൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം ചില കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ മുഖാന്തരം ചില തലമുറകൾക്ക് വേണ്ടി, നിങ്ങൾ മുഖാന്തരം ചില ദേശങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതല്ല വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ മക്കളോട് സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഈ സുവിശേഷത്തെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് ലജ്ജിച്ചവർ, ഇത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചിലർ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധനായ ദൈവമേ, അങ്ങ് സ്പർശിച്ചെന്ന് പറയത്തക്കതിലുള്ള വൻ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ വിസായുടെ പ്രോബ്ലംസ്, തന്നെ ജോലി ഭാരവുമായി തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് പല രീതിയിൽ ഭാരപ്പെടുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ ജീവിതത്തിലൊക്കെ നീ വലിയ മാറ്റങ്ങൾ കൊടുക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, UK കുടുംബത്തിൻ്റെ അകത്ത്, തലമുറകളുടെ അകത്ത് ഒരു വിടുതൽ കിട്ടാതെ, ചിലരുടെ കല്യാണം പോലും നടക്കാതെ, നടന്ന ഒരു ഫാമിലി അതിന് നിലവാരത്തിൽ ഉയർന്നു വരാതെ ഡൈവോഴ്സിൻ്റെ വക്കിൽ ഇരിക്കുന്ന ചിലർ ഞങ്ങളെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന മാത്രയിൽ രണ്ടിനെയും രണ്ട് ദൂരത്തിലാക്കുമെന്ന് പിശാച് വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലം ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ ബ്രേക്കായി വീണ്ടും ഒരുമിച്ചാകുന്ന സാക്ഷ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അനേകരിലേക്ക് എത്തിക്കാൻ പോകുന്നത് ദൈവമോ എന്നോട് പറയുന്നു. കർത്താവേ, നീയാണ് യോജിപ്പിച്ചതെങ്കിൽ പിശാച് വേർപിരിക്കാൻ ശ്രമിക്കുന്ന ചില മണ്ഡലങ്ങൾ നീ മാറ്റിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചില വിസ പ്രോബ്ലംസ് അതിൻ്റെ നിലവാരത്തിൽ പുറത്തു വരാതെ രാജ്യങ്ങൾക്കപ്പുറം ഭൂഖണ്ഡങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ചിലത് ക്ലിയർ ആകുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള നിന്റെ പദ്ധതി നടക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആത്മീയമായി ഒരു പരിധിക്കപ്പുറം ഉയരാൻ കഴിയാതെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ അനുഭവിക്കുന്ന വേദനകളിലൂടെ കടന്നു പോകുന്ന ചിലരുടെ മേൽ നിന്റെ വലിയ ബലമുള്ള കരം അവരെ അടുത്തൊരു നിയോഗത്തിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവമേ നീ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, നിന്നെ മാത്രം പ്രതീക്ഷിച്ചത്, നിന്നിലുള്ള ഉയരത്തിലുള്ള വാക്തത്വങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് നടക്കുന്ന നിന്റെ മക്കളുടെ മേൽ ഭൂമിയിൽ അവർ നുറങ്ങുകയും കരയുകയും ചെയ്യുന്ന വിഷയത്തിന്മേൽ പോലും നീ പ്രവർത്തിക്കാൻ പോകുന്ന മാസമാക്കി ഈ ഫെബ്രുവരി മാസത്തെ നീ മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദിയുള്ളവരായി തീർക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ. അങ്ങയുടെ വരവിനായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെയും അവിടെ ഇടവരുത്തണമേ. അങ്ങയുടെ വരവനായി ഞങ്ങളെ ഏവരെയും ഒരുക്കണമേ. അനേകരെ ഒരുക്കാൻ സഹായിക്കണം. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.